നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വില കൂടിയെങ്കിലും കർഷകർക്ക് ഇരുട്ടടിയായി വളത്തിന് വില വർദ്ധിക്കുന്നു. കേന്ദ്ര സർക്കാർ സബ്സിഡി വെട്ടിക്കുറച്ചതോടെ രാസവള വില വീണ്ടും കുതിച്ചുയർന്നത് കർഷകർക്ക് ഇരുട്ടടിയായി. ഒറ്റയടിക്ക് 50 രൂപ മുതൽ 400 രൂപ വരെ വർധനവാണ് ഉണ്ടായത്. ഉൽപാദനം കുറച്ചതോടെ രാസവള ക്ഷാമം രൂക്ഷമാണ്. ഇതിനു പുറമെ വില കുത്തനെ കൂടിയത് കൃഷിച്ചെലവ് വൻതോതിൽ ഉയർത്തും. ഇതോടെ പലരും കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും. ഇത് ഉൽപാദനം കുറയ്ക്കാനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനും കാരണമാകും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടംബോസ്, NPK കോംപ്ലക്സ് 15, 15, 15 എന്നിവയടക്കം വില കൂടി. നേരത്തെ കർഷകർക്ക് നേരിട്ടായിരുന്നു സബ്സിഡി എങ്കിൽ ഇപ്പോൾ കമ്പനികൾക്കാണ് നൽകുന്നത്. സബ്സിഡിയിലുണ്ടാകുന്ന കുറവ് മറികടന്ന് ലാഭം ഉണ്ടാക്കാൻ പൊതുമേഖലയിലെ സ്വകാര്യ മേഖലയിലെയും കമ്പനികൾ മത്സരിച്ച് വില കൂട്ടുകയാണ്. വളപ്രയോഗം തെറ്റിയാൽ വിളവ് കുറയും. യൂറിയയും പൊട്ടാഷ്യം കിട്ടാനില്ലാത്തത് നെൽകർഷകരെയും ആശങ്കയിലാഴ്ത്തുകയാണ്. അമോണിയം ഫോസ്ഫേറ്റ് അടങ്ങുന്ന ഫാക്ടംബോസ് കൃഷിക്ക് അഭിവാജ്യമാണ്. യൂറിയയും പൊട്ടാഷ്യം മിശ്രിതമാക്കിയാണ് ഇടേണ്ടത്. യൂറിയയും പൊട്ടാഷ്യം കിട്ടിയില്ലെങ്കിൽ കൂട്ടുവളമാണ് പിന്നെ ആശ്രയം. യൂറിയ നെൽച്ചെടികൾക്ക് കൃത്യ അളവിൽ നൽകിയില്ലെങ്കിൽ വിളവ് കുറയും. 1 ഏക്കറിന് 50 കിലോ ഫാക്ടംബോസ്, 20 കിലോ പൊട്ടാഷ്, 15 മുതൽ 25 കിലോ വരെയും യൂറിയ എന്ന ക്രമത്തിലാണ് നെൽച്ചെടികൾക്ക് വളം നൽകുന്നത്. പോക്കറ്റ് ചോർത്തി പ്രതിസന്ധി. NPK കോംപ്ലക്സ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വളത്തിന് 1425 രൂപയിൽ നിന്നും 1650 രൂപയും ഫാക്ടംബോസ് 50 കിലോ ബാഗ് 1425 രൂപയിൽ നിന്നും 1475 രൂപയുമായി കൂടി. 6 മാസത്തിനിടയിൽ 125 രൂപയാണ് കർഷകർ ഏറെ ഉപയോഗിക്കുന്ന ഫാക്ടംബോസിന് മാത്രം വർദ്ധിപ്പിച്ചത്. പൊട്ടാഷ് കിട്ടാനില്ലെങ്കിലും വില 1400 നിന്നും 1800 രൂപയായി. രാസവളക്ഷാമം, അടിക്കടിയുള്ള വില വർധനവ്, സബ്സിഡി വെട്ടിക്കുറയ്ക്കൽ, വിത്ത് ബിൽ പ്രശ്നങ്ങൾ കാർഷിക മേഖലയെ തകർത്തു. റബ്ബറിന് കൃത്യമായ അളവിൽ രാസവള പ്രയോഗം നടന്നില്ലെങ്കിൽ വീണ്ടും ഉൽപാദനം കുറയും. നിലവിൽ ഈ വർഷം ഉൽപാദനം തീരെ കുറവായിരുന്നു. റബ്ബറിന് ഇലയില്ലായിരുന്നു. മഴ കടുത്തതോടുകൂടി റബ്ബറിൻ്റെ ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞുപോയി. റബ്ബറിൻ്റെ ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പകുതിയായിട്ട് കുറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചു, റബ്ബറിന് ഇടുന്ന വളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഇത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ തൈമരത്തിനാണെങ്കിൽ റെഡിമെയ്ഡ് മിക്സറാണെങ്കിൽ 10, 4 അളവിലുള്ള മിക്സർ ഇട്ടാൽ മതി. ടാപ്പിംഗ് ചെയ്യുന്ന മരമാണെങ്കിൽ നേരത്തെ 10, 3, 10 ആയിരുന്നു. ഇപ്പോൾ അത് 12, 12, 8 ഫോസ്ഫറസിൻ്റെ അളവ് കുറച്ചാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ തൈമരത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും. ടാപ്പിംഗ് ചെയ്യുന്ന മരത്തിന് ഒരു വർഷം 900 ഗ്രാം ഇടാനാണ് റബ്ബർ ബോർഡ് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഇടാതെ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 300 ഗ്രാം വെച്ച് 3 പ്രാവശ്യമായിട്ട് തുള്ളി ഗഡുക്കളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. വളം ഇടുമ്പോൾ മണ്ണിന് വേണ്ടത്ര ഈർപ്പം മണ്ണിലുണ്ടായിരിക്കണം. എന്നാൽ അടഞ്ഞ മഴയത്ത് ഇടുവാൻ പാടുള്ളതുമല്ല. തൈമരമാണെങ്കിൽ 1-ാം വർഷം നട്ട മരത്തിനാണെങ്കിൽ 100 ഗ്രാം വെച്ച് 3 ഗഡുക്കളായിട്ട് 300 ഗ്രാം ഒരു വർഷം ഇട്ടാൽ മതി. 2-ാം വർഷം ആകുമ്പോഴത്തേക്ക് അതൊരു 150 ഗ്രാം വെച്ച് 3 തുള്ളി ഗഡുക്കളായിട്ടൊരു 450 ഗ്രാം വെച്ച് ഇട്ടാൽ മതി. പിന്നെ ഒരു 4-5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു 200 ഗ്രാം വെച്ച് തുള്ളി ഗഡുക്കളായിട്ടിടാം. പിന്നീട് ഒരു 5 വർഷം മുതൽ ടാപ്പ് ചെയ്യുന്ന ആ സമയം വരെ നമുക്ക് 250 ഗ്രാം വെച്ച് തുള്ളി ഗഡുക്കളായിട്ട് 3 പ്രാവശ്യം, ഒരു വർഷം 750 ഗ്രാം ആ നിരക്കിൽ വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റുടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.